ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. യെശയ്യാ പ്രവാചക പുസ്തകം. യെശയ്യാ പ്രവാചക പുസ്തക പഠനത്തിൻ്റെ 11ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. 5ാമത്തെ അധ്യായമാണ് നാം കഴിഞ്ഞ പഠനത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. 5ാം അധ്യായം ഏകദേശം പൂർണ്ണമായി നമ്മൾ അവതരിപ്പിച്ചുവെങ്കിലും 6ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അല്പം കൂടി അതിൽ ചില രത്നച്ചുരുക്കങ്ങൾ, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആവർത്തിക്കട്ടെ. നാം കണ്ടു മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള പാട്ട്. ആ പാട്ട് വ്യക്തമായി കണ്ടു. നല്ല മുന്തിരിങ്ങ കായ്ക്കാനുള്ള വള്ളികൾ നട്ടിട്ടും എല്ലാ തരത്തിലും ലഭിച്ചത് കാട്ടുമുന്തിരിങ്ങയായി. അതിൻ്റെ അനന്തരഫലം ദുരിതങ്ങളും ദുരന്തങ്ങളുമാണ്. 6 ദുരന്തങ്ങളാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. 5ാം അധ്യായത്തിൻ്റെ 8 മുതൽ 23 വരെയാണ് ആ ദുരന്തങ്ങളുടെ പട്ടിക നാം കണ്ടത്. അപ്പോൾ ഈ അധ്യായത്തിൻ്റെ ആദ്യത്തെ 7 വാക്യങ്ങൾ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള പാട്ട് വ്യക്തമായി ചിത്രീകരിക്കുന്നത് ദൈവജനത്തിൻ്റെ മേൽ വരുന്ന ന്യായവിധിയെക്കുറിച്ചാണ്. ദൈവജനത്തിൻ്റെ മേൽ അവർ തന്നെ വിളിച്ചു വരുത്തിയ ന്യായവിധിയാണ്. കാരണം തോട്ടക്കാരൻ നൽകിത്തന്ന നന്മകൾക്കനുസരിച്ച് തോട്ടം പ്രതികരിച്ചില്ല. തോട്ടക്കാരൻ നീട്ടിയ നന്മകൾ, ആ അനേക കാര്യങ്ങൾ ആ തോട്ടത്തിൽ ചെയ്തു തോട്ടക്കാരൻ. നമ്മുടെ ഹൃദയവും ജീവിതമായി ചേർത്ത് ചിന്തിക്കണം. അതിന് ഉത്തമമായ നിലയിൽ പ്രതികരിക്കാൻ പരാജയപ്പെട്ടു. ലഭിച്ച നന്മകൾക്കനുസരിച്ച് പ്രതികരിച്ചില്ല. അത് ഇസ്രായേൽ ജനത്തിൻ്റെ മനോഭാവത്തെ കാണിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ തോട്ടം അതിൻ്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരികയാണ്, മാറ്റപ്പെടുകയാണ്, തള്ളിക്കളയപ്പെടുകയാണ്. ഇസ്രായേൽ ജനവും അങ്ങനെ തന്നെയായിരുന്നു. ദൈവമക്കളെ സംബന്ധിച്ച് എന്നും അതൊരു പാഠമാണ്. ലഭിക്കുന്ന നന്മകൾ, മഴ ലഭിക്കുന്ന മണ്ണ്, വിളവ് ലഭിക്കുന്ന മണ്ണ്, ശുശ്രൂഷ ലഭിക്കുകയും പരിചരണം ലഭിക്കുന്ന മണ്ണ്, തോട്ടം വേണ്ട വിധത്തിൽ പ്രതികരിച്ചില്ലെങ്കിൽ ആ തോട്ടം ചുട്ടുകളയുമെന്ന് എബ്രായ ലേഖനവും പറയുന്നു. അപ്പോൾ ഈ വേദഭാഗത്തിൽ 6 ദുരന്തങ്ങളാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. ദൈവം വളരെ ചിത്രീകരിക്കുന്ന നിലയിൽ ജനത്തിൻ്റെ പാപങ്ങളാണ് ഇവിടെ പരാമർശിച്ചത്. എന്തുകൊണ്ടാണ് അവർ ന്യായവിധി നേരിടേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് അവർ നീക്കം ചെയ്യപ്പെടേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ദൈവം അവരോട് ഇത്രമാത്രം വെറുപ്പും വിദ്വേഷത്തോടുകൂടി ഇടപെട്ടത്? അവസാനം അവരെ തള്ളിക്കളയാൻ കാരണമായി. 6 ദുരന്തങ്ങൾ, കഷ്ടതകൾ ഇവിടെ വിളിച്ചു പറഞ്ഞു. ഒന്നാമത് അവരുടെ ആർത്തി. അവർ ഭൂമി കൈയടക്കുകയാണ്. ഭൂമിയുടെ മേൽ പൂർണ്ണ കുത്തക അവരെ സ്ഥാപിക്കാൻ. ഭൂമി ദൈവത്തിൻ്റെതാണ്. ഇവരെന്താ ആഗ്രഹിക്കുന്നത്? പാവങ്ങളെ ഭൂമി കൈയടക്കുന്നു. ഇവരുടെ ആർത്തി അടങ്ങുന്നില്ല. ഭൂമിക്ക് വേണ്ടിയുള്ള ആർത്തി അടങ്ങുന്നില്ല. അവർ വീടിന് പുറകെ വീടുകൾ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നു. അവസാനം ദൈവം പറഞ്ഞു, നിങ്ങളുടെ വീടുകളൊക്കെ ശൂന്യമായി തീരും, നിങ്ങളുടെ നിലത്തുനിന്ന് വേണ്ട വിളവ് കിട്ടില്ല. അതായിരുന്നു ഒന്നാമത്തെ ദുരന്തം. രണ്ടാമത്തേത് 11ാമത്തെ വാക്യം. 5ാം അധ്യായത്തിലെ 11ാം വാക്യത്തിൽ 2ാമത്തെ ദുരന്തം ഇപ്രകാരം നമ്മൾക്ക് വായിച്ചതാണെങ്കിൽ ഒന്നുകൂടെ പെട്ടെന്ന് വായിക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. കാരണം അവരുടെ ബോധമില്ലായ്മ. ഈ ശിക്ഷാവിധി വിളിച്ചു വരുത്തിയ മറ്റൊരു കാരണം അവിടെ വെറും ശാരീരികമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സമൂഹം. ദൈവത്തിൻ്റെ ഹിതം തേടുന്നില്ല, ദൈവത്തിൻ്റെ ആലോചന തേടുന്നില്ല. ഇത്രമാത്രം നിർണായകമായൊരു സമയത്ത് പോലും, ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നിർണായകമായൊരു സമയത്ത് പോലും അവർ നിസ്സാരന്മാരായ അവരെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും അവർ പെരുന്നാളും വിരുന്നുകളും ആഘോഷിക്കുകയുമാണ്. അവരെ ദൈവം പ്രവാസികളായി കൊണ്ടുപോവുകയാണ്. അവിടെ അറിവില്ലായ്മ നിമിത്തം 13ാം വാക്യം നമ്മൾ കാണുന്നത് പോലെ, അങ്ങനെ എൻ്റെ ജനം അറിവില്ലായ്മയാൽ പ്രവാസത്തിലേക്ക് പോകുന്നു, അവരുടെ മാന്യന്മാർ പട്ടിണി കിടക്കുന്നു, അവരുടെ ജനസമൂഹം ദാഹത്താൽ. ഒരിക്കൽ വിരുന്നിന് വേണ്ടി ഓടി നടന്നവരാണ്, വിരുന്നാഘോഷിച്ചവരാണ്. ദൈവം അവർക്ക് ശിക്ഷാവിധി കൊടുത്തപ്പോൾ അവരിപ്പോൾ പട്ടിണി കിടക്കുകയാണ്. അപ്പോൾ അവിടെ മാത്രമല്ല, പാതാളത്തിൻ്റെ ചിറകുകളിൽ അവർ കടന്നു പോകുന്നു എന്ന് പറയുന്നു. പാതാളം തൊണ്ട തുറക്കുന്നു, വിസ്താരമായി വാ പുറന്നിരിക്കുന്നു. 14ാം വാക്യം. പാതാളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മരിച്ചവർ പോകുന്ന ഇടമാണ്. അപ്പോൾ അവരുടെ ബോധമില്ലായ്മയായിരുന്നു മറ്റൊരു കാരണം ഈ ന്യായവിധിക്ക്. മൂന്നാമത് 18ാം വാക്യം പറയുന്ന പോലെ അവിടെ പറഞ്ഞു, അതിൻ്റെ കാരണം വ്യാജ പാർശ്വം കൊണ്ട് അകൃത്യത്തെയും വണ്ടിക്കയറി കൊണ്ടുപോലെ പാപത്തെയും വലിക്കുകയും അവൻ ബന്ധപ്പെട്ടതിൻ്റെ പ്രവൃത്തിയെ വേഗത്തെ നിവർത്തിക്കട്ടെ, കാണാമല്ലോ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ്റെ ആലോചന അടുത്തു വരട്ടെ, നമുക്ക് അറിയാമല്ലോ എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അടിമത്തം. അവർ പാപത്തിൻ്റെ അടിമകളായി.
ഇവിടെ പറയുന്ന പ്രയോഗം വളരെ മനോഹരമാണ്. വ്യാജ പാശം കൊണ്ട്, വ്യാജം അതായത് കള്ളത്തരമെന്ന കയറുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ആ കയറുകൊണ്ട്, വണ്ടി കയറുകൊണ്ട് വലിക്കുന്ന പോലെ പാപം വരെ വലിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു പാപത്തിൻ്റെ അടിമകളാണ്. അതവർക്ക് വരുത്തിയ അപകടം. അവിടെ ദൈവത്തെ അപമാനിക്കുന്ന വാക്കുകളാണ് ഉപയോഗിച്ചത്. അവൻ ബന്ധപ്പെട്ടതിൻ്റെ പ്രവൃത്തിയെ വേഗത്തിൽ നിവർത്തിക്കട്ടെ, കാണാമല്ലോ. ദൈവത്തിൽ വെല്ലുവിളിക്കുന്ന അവസ്ഥയാണ്. ഇവിടെ തെറ്റായ മോശമായ തീരുമാനങ്ങൾ നിമിത്തം അവരൊരു പാപത്തിന് അടിമകളായി മാറി. എന്നിട്ടവർ സത്യം തള്ളിക്കളയുകയാണ്. അവരുടെ രക്ഷയ്ക്കുള്ള ഏക മാർഗം സത്യമാണ്, ദൈവമാണ്. അവിടേക്ക് തിരിയാൻ അവർക്ക് താല്പര്യമില്ല. നാലാമതായിട്ട് അവരുടെ ശാപത്തിന് കാരണം 20-ാമത്തെ വാക്യം, തിന്മയ്ക്ക് തിന്മയെന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചത്തെ ഇരുട്ടാക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പുമാക്കി ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അവിടെ അധാർമികത, ഒരു ദൈവത്തിൻ്റെ മൂല്യ വ്യവസ്ഥകളെ തകിടം മറിച്ച് നേരെ തലതിരിച്ചവർ ചെയ്തു. അവർ ദൈവത്തിൻ്റെ സന്ദേശത്തെ പരിഹസിച്ച് കളിയാക്കി. 5-ാമത് 21-ാം വാക്യം, അവിടെ വഞ്ചന. അവർ വിചാരിച്ചവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനികൾ. തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം. അവർ സ്വയം വഞ്ചിക്കപ്പെടുകയാണ്. വാസ്തവത്തിലുള്ള ജ്ഞാനം അവർ നേടിയില്ല. ദൈവത്തിൽ നിന്നുള്ള യഥാർത്ഥ ജ്ഞാനം. ഇവിടെ പ്രവാചകനുണ്ട്. പ്രവാചകൻ പറഞ്ഞ ശബ്ദത്തിന് അവർ ചെവി കൊടുക്കുന്നില്ല. ആ ജ്ഞാനത്തിൻ്റെ വഴികൾ അവർ അടച്ചു കളയുന്നു. അത് അവർക്ക് ശാപത്തിന് കാരണമായി. 6-ാമതായിട്ട് 22-21 വാക്യങ്ങളിൽ നിയന്ത്രണമില്ലാത്ത ജീവിതം. വീഞ്ഞു കുടിപ്പാൻ വീരന്മാരും മദ്യം കലർത്തുവാൻ ശൂരന്മാരുമായുള്ളവർക്കും സമ്മാന നിമിത്തം ദുഷ്ടനെ നീതീകരിക്കുകയും നീതിമാന്റെ നീതി ഇല്ലാതൊക്കെ ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. നിയന്ത്രണമില്ലാത്ത ജീവിതമാണ്. യഥാർത്ഥത്തിലെ ശൂരത്വവും വീരത്വവും അവർ കാണിക്കുന്നത് മദ്യപാനത്തിൻ്റെ കാര്യത്തിനാണ്. ഇപ്രകാരമുള്ള അവസ്ഥകളാണ് അവർക്ക് ഈ ദുരന്തം വിളിച്ചു വരുത്തിയത്. അവർ നീതിക്കെതിരെ പോരാടുകയാണ്. നന്മയ്ക്ക് നീതിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ഇത്ര ശക്തമായ വാക്കുകളാണ് ഇത് ഉപയോഗിച്ചത്. അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം. ഇത് ആർക്കെതിരെയാണ്? ഇതിൻ്റെ സ്വന്തം ജനത്തിനെതിരെ. അതിൻ്റെ 6 കാരണങ്ങൾ നമ്മൾ കണ്ടു. അവർ ദൈവത്തിൻ്റെ പ്രമാണത്തെ തള്ളി, ദൈവത്തിൻ്റെ വചനത്തെ, പരിശുദ്ധനായ ദൈവത്തിൻ്റെ വചനത്തെ. 24-ാം വാക്യത്തിലെ പ്രയോഗം അങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവർ സൈന്യങ്ങളുടെ യഹോവയുടെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ്റെ വചനത്തെ നിന്ദിച്ച് കളഞ്ഞിരിക്കുന്നു. തള്ളിക്കളയുക മാത്രമല്ല, നിന്ദിക്കുകയാണ്. ദൈവത്തെ കളിയാക്കുകയാണ്. ദൈവം തീർച്ചയായിട്ടും പ്രതികരിക്കും. ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ ഉദിച്ചു. ദൈവം തൻ്റെ കൈ നീട്ടി. ദൈവം ഒരു വ്യക്തി ശൂളമടിച്ചു. ശത്രുരാജ്യം കാത്തു നിൽക്കുകയായിരുന്നു. ദൈവം ശൂളമടിച്ച് സിഗ്നൽ കൊടുത്തു, പതാക ഉയർത്തി കാണിച്ച് ശത്രുരാജ്യം കയറി വരാൻ ഇവരെ പ്രവാസികളായി ചങ്ങലയിട്ട് വലിച്ചഴിച്ച് കൊണ്ടുപോകണം. അപ്പം അവർ തന്നെയാണ് ഈ ദുരന്തം വിളിച്ചു വരുത്തിയത്. ആ വന്ന പട്ടാളം സൈന്യത്തിൻ്റെ വേഗതയും ശൂരത്വവും ഒക്കെ ഇവിടെ കാണിച്ചു തരും. അസീറിയൻ പട്ടാളത്തിൻ്റെ ചിത്രമാണത്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് ദൈവം ഈ ശാപവും അല്ലെങ്കിൽ ഈ ദുരന്തവും അത് വിളിച്ചു വരുത്തിയ അവസ്ഥകളും അതുകൊണ്ട് നേരിടേണ്ടി വന്ന ശിക്ഷാവധികളും ഒക്കെ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവം നീതിമാനായ ദൈവമാണ്. ദൈവം ഒരിക്കലും പാപത്തിനെതിരെ കണ്ണടക്കില്ല. അതായത് പാഠം നമ്മൾ പഠിക്കുന്നത്. ദൈവം പാപത്തിനെതിരെ ഒരിക്കലും കണ്ണടക്കില്ല. ഈ ദുരന്തങ്ങൾ കാണിക്കുന്ന വ്യക്തം അതാണ്. ദൈവം ഒരിക്കലും ദുഷ്ടതയും തിന്മയും വഞ്ചനകൾക്കും ദൈവത്തിൻ്റെ വചനം നിന്ദിക്കുന്ന അവസ്ഥകൾ ദൈവം അതിനെ ഒന്നും കണ്ടില്ലെന്നടിച്ച് കടന്നു പോകില്ല. അപ്പോൾ ഈ 5-ാം അധ്യായത്തിൽ ഈ വേദഭാഗങ്ങൾ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് പ്രധാനപ്പെട്ട 3 പോയിന്റുകളായിട്ട് തിരിച്ചാൽ 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ 3 പ്രവചനങ്ങൾ നമ്മൾ കണ്ടു. ഒന്നാമത് ദുരന്തവും പാപവും കൊണ്ട് തല മുതൽ കാല് വരെ രോഗം ബാധിച്ച ജനത്തെക്കുറിച്ച് 1-ാം അധ്യായം നമ്മൾ കണ്ടു. തല മുതൽ കാൽ വരെ രോഗബാധിതമാണ്. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഫലമാണത്. എങ്കിലും ദൈവം തൻ്റെ കൃപയാൽ ഒരു ശേഷിപ്പിനെ ഇവിടെ വെച്ചിരിക്കുന്നു എന്ന് കണ്ടു നാം 1-ാം അധ്യായത്തിൽ. 2 മുതൽ 4 വരെ അധ്യായങ്ങൾ പറഞ്ഞ എന്താണ്? യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്ന സമയത്തുള്ള ഇസ്രായേൽ അല്ലെങ്കിൽ സിയോൻ മത്സരികളാണ്, പാപത്താൽ ശപിക്കപ്പെട്ടവരാണ്. പക്ഷെ എങ്കിലും 2-ാം അധ്യായത്തിൽ ഒരു മാതൃകാപരമായ സിയോനെ കാണിച്ചു. കുന്നുകളുടെ അത്യുന്നതമായി ഉയർന്നു നിൽക്കുന്ന ഒരു സിയോനെ, ഒരു യെരുശലേമിനെ കാണിച്ചു തന്നു. അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്നു. ശുദ്ധീകരിക്കപ്പെട്ട, കഴുകപ്പെട്ട, വിശദീകരിക്കപ്പെട്ട, തീച്ചോളയിലൂടെ രക്ഷിക്കപ്പെട്ട ഒരു സമൂഹം, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ സമൂഹം, സഭയെക്കുറിച്ചുള്ള ചിത്രം 2-ാം അധ്യായം കണ്ടു. 2, 3, 4 അധ്യായങ്ങൾ ആ ശുദ്ധീകരണത്തെക്കുറിച്ച് കാണിച്ചത്. 5-ാം അധ്യായം പഠിച്ചത് മുന്തിരിത്തോട്ടത്തെക്കുറിച്ച്. മുന്തിരിത്തോട്ടത്തിൽ കയ്പുള്ള മുന്തിരിങ്ങ, വിഷവും കയ്പുമുള്ള പ്രയോജനമില്ലാത്ത ഫലം കായ്ച്ച മുന്തിരിത്തോട്ടം, അതിനെ തുടർന്ന് വന്നതായി ഭവിഷ്യത്തിൽ.
പക്ഷെ അവിടെയും ദൈവം പ്രതീക്ഷ കൊടുക്കുകയാണ്. മാനസാന്തരപ്പെടാൻ തയ്യാറായ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന 6-ാം അധ്യായത്തിലേക്കാണ്. യെശയ്യാ പ്രവാചകനെ ദൈവം വിളിക്കുന്ന രംഗം. യെശയ്യാവിനെ തൻ്റെ ദൗത്യത്തിലേക്ക് വിളിക്കുന്ന ചിത്രമാണ് 6-ാം അധ്യായം. എന്തുകൊണ്ടാണ് താൻ ഈ ദൗത്യത്തിലേക്ക്, പ്രവചന ദൗത്യത്തിലേക്ക് വിളിക്കപ്പെടുന്നതിനെ കുറിച്ച് ആരംഭത്തിൽ പറയാതിരുന്നത്? ഒരുപക്ഷെ ഇത് ആദ്യത്തെ 5 അധ്യായങ്ങൾ ഒരു ആമുഖമായി അവതരിപ്പിച്ചതാകാം. ഇനി വരാൻ പോകുന്ന, അവതരിപ്പിക്കാൻ പോകുന്ന, അറിയിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഒരു അടിസ്ഥാനം, സ്റ്റേജ് ഒരുക്കുക, രംഗം ഒരുക്കുകയായിരിക്കാം ആദ്യത്തെ 5 അധ്യായങ്ങൾ ചെയ്തത്. കാരണം 6-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളുടെ ഉപസംഹാരവും തുടർന്ന് വരാൻ പോകുന്ന 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളുടെ മുഖവുരയുമാണ്. 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളുടെ ഉപസംഹാരം, 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളുടെ മുഖവുര. അപ്പോൾ ഈ ഒരു ദുർഘട പ്രതിസന്ധി, 5-ാം അധ്യായത്തിൽ നമ്മൾ കണ്ട ദുർഘട പ്രതിസന്ധി, ഫലശൂന്യമായൊരവസ്ഥ, അതിത് അവസാനിച്ച് ഒരു സാധ്യതകളുടെ വാതിൽ തുറക്കാൻ പോവുകയാണ്. 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ. യെശയ്യാ പ്രവാചകൻ ദൈവത്തെക്കുറിച്ചുള്ള ദർശനം കണ്ടപ്പോൾ താൻ തന്നെ തന്നെ കണ്ടത് ഇപ്രകാരമാണ്. 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ, അയ്യോ എനിക്ക് കഷ്ടം. അപ്പോൾ 5-ാം അധ്യായത്തിൽ 6 കഷ്ടങ്ങൾ കണ്ടതുപോലെ യെശയ്യാ പ്രവാചകൻ ദൈവദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ താനും കണ്ടു, ഞാനും ദുരന്തം, കഷ്ടമാണ്, എൻ്റെ ജീവിതം കഷ്ടവുമാണ്. എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുകൊണ്ട്. ആ ദർശനത്തിന്, അനുഭവത്തിന് ശേഷമാണ് ആ പ്രഖ്യാപനം ഉണ്ടായത്. ഇപ്പം തൻ്റെ ജനം എങ്ങനെയാണോ താനും അതുപോലെ തന്നെയാണ്. തുടർന്ന് തൻ്റെ പാപങ്ങൾ കഴുകപ്പെടുന്നു. ആ തീക്കനൽ തൻ്റെ നാവിൽ തൊട്ടുകൊണ്ട് താൻ ശുദ്ധീകരിക്കപ്പെടും. അപ്പോൾ അവിടെയും കാണിക്കുന്നത് ദൈവജനത്തിനും അവിടെ പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടാൽ അവിടെ പ്രത്യാശയുണ്ട്. നമുക്ക് ആദ്യത്തെ 4 വാക്യങ്ങൾ മാത്രം ഇന്നൊന്ന് ചിന്തിക്കാം. തലക്കെട്ട്, ഞാൻ ദൈവത്തെ കണ്ടു. ഐ സോ ദ ലോർഡ്, ഓർ ഹീ സോ ദ ലോർഡ്. 4 വാക്യങ്ങൾ വായിക്കാം. യെശയ്യാ പ്രവാചകൻ പുസ്തകം 6-ാം അധ്യായം. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ അവരുടെ ചുറ്റും നിന്നു. ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ, ദൈവത്തോടല്ല പറയുന്നത്, ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ആലയം പുക കൊണ്ട് നിറഞ്ഞു. മഹത്വമുള്ള ഒരു ദർശനം, തേജസ്സേറിയ ഒരു ദർശനം. പ്രതികൂലത്തിൻ്റെ നടുവിലാണ് ദർശനം കിട്ടിയത്. പ്രശ്നത്തിൻ്റെ, പ്രയാസത്തിൻ്റെ, നിരാശയുടെ, പ്രതീക്ഷയറ്റ ഒരു സന്ദർഭത്തിലാണ് ഈ ദർശനം. എന്താ അവസ്ഥ? രാജാവില്ലാത്ത സമയം, ഉസിയ രാജാവ് മരിച്ചുപോയ സമയം. രാജാവിൻ്റെ മരണത്തെ തുടർന്നാണ് ഒരുപക്ഷെ ഈ പ്രവാചകൻ ആകുലപ്പെട്ടിരിക്കുകയായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ആകുലപ്പെട്ട്, പ്രയാസപ്പെട്ട്, നിരാശപ്പെട്ട്, തളർന്നിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ കണ്ണ് നാം ഉയർത്തേണ്ടത്. ഇപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഉസിയ രാജാവ് മരിച്ചയാണ്. ഉസിയ രാജാവ്, അല്ലെങ്കിൽ അസാറിയ എന്ന മറ്റൊരു പേര് കൂടി അദ്ദേഹത്തിനുണ്ട്. നീണ്ട ഒരു ഭരണകാലമാണ് തനിക്ക് യഹൂദയുടെ മേലുണ്ടായിരുന്നത്. യഹൂദ രാജ്യത്തിൻ്റെ രാജാവാണ്. 16-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം രാജാവായത്. 52 വർഷം യെരുശലേമിൽ ഭരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് 68 വയസ്സ്. 52 വർഷം യെരുശലേമിൽ ഭരിച്ചു. രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദിനവൃത്താന്ത പുസ്തകത്തിലും അദ്ദേഹത്തിൻ്റെ ഭരണത്തെക്കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. 2 ഭാഗങ്ങൾ നമുക്കിത് പെട്ടെന്ന് ഓടിച്ചു നോക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 15-ാം അധ്യായം, 2 രാജാക്കന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിലും 2 ദിനവൃത്താന്ത 26-ാം അധ്യായം, 2 ദിനവൃത്താന്ത 26-ാം അധ്യായം. അവിടെയും ഈ വിഷയം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ 2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അവൻ അവൻ്റെ അപ്പനായ അമസ്യാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്യും. യഹോവയ്ക്ക് പ്രസാദമായ രീതിയിലാണ് രാജാവ് തൻ്റെ ഭരണം തുടങ്ങിയത്. അത് 2 ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകം
അതിൻ്റെ 26-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ, അവൻ തൻ്റെ അപ്പനായ അമസ്യാവ് ചെയ്ത പോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു ജീവിതം ആരംഭിച്ച, ഭരണം ആരംഭിച്ച മനുഷ്യനാണ്. അതുകൊണ്ടുള്ള ഗുണമെന്താണ്? 2 ദിനവൃത്താന്തം 26-5. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചെന്ന സക്രിയാവിൻ്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. അതാണ് അതിൻ്റെ അനുഗ്രഹം. അനുഗ്രഹത്തിന് വേണ്ടിയല്ല, മനഃപൂർവ്വമായി ദൈവത്തെ അന്വേഷിച്ച മനുഷ്യരെ ദൈവം അഭിവൃദ്ധി കൊടുത്തു. ആ ദൈവികമായ പരിജ്ഞാന ദൈവനെ അനുഗ്രഹിച്ചു. അപ്പോൾ പക്ഷേ ഒരു കുഴപ്പം അദ്ദേഹത്തിന് സംഭവിച്ചു. 2 രാജാക്കന്മാർ 15-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ, എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല. ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ച് ധൂപം കാട്ടിയും പോന്നു. ദേശത്ത് പലയിടത്തും പൂജാഗിരികൾ, യാഗം കഴിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു, അതിനെ നീക്കം ചെയ്തില്ല. അപ്പോൾ 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ ഉശ്ശിയാവിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു വ്യക്തമായൊരു അവസ്ഥ അവതരിപ്പിക്കും. ഉശ്ശിയാവിൻ്റെ ജീവിതത്തിൽ 2 ദിനവൃത്താന്തം 26-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു പരാജയം കാണാം. എന്നാൽ അവൻ ബലവാനായപ്പോൾ, നമ്മൾ ബലം കിട്ടുമ്പോൾ, സമ്പത്ത് കിട്ടുമ്പോൾ, സൗകര്യം കിട്ടുമ്പോൾ, സാഹചര്യങ്ങളൊക്കെ വർദ്ധിച്ചിടുമ്പോൾ അഹങ്കരിക്കാനിടയുണ്ട്. അത് സാധാരണ എപ്പോഴും സംഭവിക്കുന്നതാണ്. ഇവിടെ രാജാവിന് സംഭവിച്ചു. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. നിഗളം എന്ന നാശത്തിലേക്കാണ്, വീഴ്ചയ്ക്ക് മുമ്പാണ് ഉന്നതഭാവം. എന്താ ചെയ്തത്? അവൻ്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു. ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു. അസരിയ പുരോഹിതനും അവനോടുകൂടെ ധൈര്യശാലികളായ യഹോവയുടെ 80 പുരോഹിതന്മാർ അവൻ്റെ പിന്നാലെ അകത്ത് നിന്ന് ഉസ്സിയ രാജാവിനെ തടുത്ത് അവനോട്, ഉസ്സിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ധൂപം കാട്ടുവാൻ വിശദീകരിക്കപ്പെട്ട അഹരോന്യരായ പുരോഹിതന്മാർക്കത്രേ. വിശുദ്ധമതിൽ നിന്ന് പൊയ്ക്കൊള്ളുക. ലംഘനമാകും നീ ചെയ്തിരിക്കുന്നത്. അത് നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിനക്ക് മാനമായിരിക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കുന്ന ഉശ്ശിയാവ് കോപിച്ചു. അവൻ പുരോഹിതന്മാരോട് കോപിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപകീഠത്തിന്റെ അരികെ വെച്ച് തന്നെ പുരോഹിതന്മാർ കാണുക അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം വന്നു. അവരുടെ ജീവിതകാലം മുഴുവൻ അവസാനം 21-ാം വാക്യം, ഉസ്സിയ രാജാവ് ജീവപര്യന്തം കുഷ്ഠരോഗിയായിരുന്നു. അവൻ യഹോവയുടെ ആലയത്തിൽ നിന്ന് ഭ്രഷ്ടനായിരുന്നതിനാൽ ഒരു പ്രത്യേക ശാലയിൽ കുഷ്ഠരോഗിയായി താമസിച്ചു. അവരുടെ ആ നിഗളത്തിന് ഉടൻ തന്നെ ദൈവം മറുപടി കൊടുത്തു. കാരണം പുരോഹിതന്മാർക്ക് മാത്രമുള്ള ഉത്തരവാദിത്വമാണത്. അത് ചെയ്യാനായിട്ട് താൻ ബലവാനായ സമയത്ത് നിഗളിച്ചപ്പോൾ സ്വന്തം നാശത്തിനായിട്ട് താൻ ചെയ്ത പ്രവർത്തി. അങ്ങനെ കുഷ്ഠരോഗിയായി പ്രത്യേക ശാലയിൽ മുറിയിൽ താമസിച്ചു. BC 739 അദ്ദേഹം മരിച്ചത്. BC 739. ഇത് യഹൂദ രാജാവാണ് ഉസ്സിയാവ്. മറുവശത്ത് ഇസ്രായേലിൻ്റെ രാജാവുണ്ട്, യൊരോബാം രണ്ടാമൻ. ഇതേ സമയത്ത് കുറച്ച് നാൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേലിൽ വല്ലാത്ത കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി. അവിടെയുള്ള പല കാര്യങ്ങൾ തകർന്നു. അപ്പം ഇതിനെക്കുറിച്ച് അറിഞ്ഞ യഹൂദജനവും ഭയപ്പെട്ടു. അതുപോലെ നമുക്കും സംഭവിക്കുമോ? നമുക്ക് രാജാവ് പോയല്ലോ, 52 വർഷം ഭരിച്ച രാജാവ്, എന്തൊരു സ്വസ്ഥമായി അനുഗ്രഹിക്കപ്പെട്ട ഭരണമായിരുന്നിരിക്കണം. ചില കുറവുകൾ അദ്ദേഹത്തിനുണ്ടെങ്കിൽ പോലും അദ്ദേഹം നല്ല രീതിയിൽ ഭരണം നടത്തിയ രാജാവാണ്. ആ രാജാവ് മരിച്ചു. അപ്പം ഈ ഒരു പ്രതികൂലം, ഈ ഒരു പ്രയാസം നേറിയ സന്ദർഭമാണ് യെശയ്യാ പ്രവാചകന്റെ ഈ വിടി വരുന്ന സമയം. ഇങ്ങനെ ഒരു നിർണായക സമയത്താണ് ഒരുപക്ഷെ യെശയ്യാ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാകാം. അധികാരികൾക്ക് വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി, നമ്മളെ നയിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാജ്യത്തെ രാജാവില്ലാത്ത സന്ദർഭത്തിൽ ഈ പ്രവാചകൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ വെച്ച് ഈ ദർശനം എനിക്ക് കിട്ടുന്നത്. ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് 6-ാം അധ്യായം ആരംഭിക്കുന്ന അങ്ങനെയാണ്. തനിക്ക് ദർശനം കാണുകയാണ്. ദർശനം കാണുന്ന ഒരുപക്ഷേ നല്ലത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെയാണ് താൻ ദർശനം കാണുക. ആ പരിശുദ്ധമായ മഹത്വപൂർണമായ ദർശനത്താൽ താൻ നിറഞ്ഞു നിൽക്കുകയാണ്. തന്നെ മുഴുവൻ സ്വാധീനിച്ചു. ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് യഹോവയായ ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഭൂമിയിലുള്ള രാജാക്കന്മാർ മരിച്ചുപോയാലും ദൈവം എന്നും തൻ്റെ സിംഹാസനത്തിലുണ്ട്. ദൈവത്തിൻ്റെ സിംഹാസനം ദൈവം എന്നും ഉപവിഷ്ടനാണ്. തനിക്ക് ഒരിക്കലും അവിടെ നിന്ന് ഇറങ്ങി വരേണ്ട അവസ്ഥയില്ല. ദൈവം എന്ന് രാജാവാണ്. ദൈവം എന്ന് ഭരിക്കുന്നവനാണ്. സങ്കീർത്തന പുസ്തകം 45 സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ വിളിച്ചു പറയും, ദൈവം എന്നും സിംഹാസനത്തിലുണ്ട്. ഈ ലോകം ഭരിക്കുന്നത് ദൈവമാണ്. ദൈവമാണ് യഥാർത്ഥ രാജാവ്. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകും. നിന്റെ രാജത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകും. സങ്കീർത്തനം 45:6. ദൈവമാണ് ഉയർന്നിരിക്കുന്നത്.
ഇവിടെ പറഞ്ഞു ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം. എന്നും ഉന്നതത്തിൽ ഉയർന്നിരിക്കുന്ന അത്യുന്നതൻ ദൈവമാണ്. ആ ദൈവം തൻ്റെ സ്വർഗീയ സിംഹാസനത്തിൽ സ്വർഗീയ മന്ദിരത്തിലുണ്ട്. അപ്പൊ ഈ ഒരു ദർശനത്തിൽ യെശയ്യാവ് കണ്ടു. 2-ാം വാക്യത്തിൽ സറാഫുകൾ അവൻ്റെ ചുറ്റും നിന്നു. ഓരോരുത്തരും 6 ചെറുകൊണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വിശദാംശങ്ങളൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല. നമ്മുടെ വിഷയം ഈ യെശയ്യാവിന്റെ പുസ്തകത്തെ 66 അധ്യായങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക മാത്രമാണ്. അപ്പോൾ ഇവിടെ സറാഫുകളെ കുറിച്ച് പറയുന്നു. ബൈബിളിലെ സറാഫുകളെ കുറിച്ച് പരാമർശിക്കുന്ന ഏക ഭാഗമാണിത്. അത് ദൂതന്മാരുടെ കൂട്ടത്തിലൊരു വിഭാഗമാണ്. ദൈവത്തെ സ്തുതിക്കുവാനുള്ള ഉത്തരവാദിത്തമുള്ള വിഭാഗമാണ് അവർ. അവരവിടെ എന്താ ചെയ്യുന്നത്? ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ഒരുത്തനോട് ഒരുത്തൻ വിളിച്ചു പറയുകയാണ്. എബ്രായ ഭാഷയിൽ വളരെയധികം വിശേഷണ രൂപമുള്ള ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 3 തവണ ആവർത്തിച്ചു. ഇപ്പൊ രാജാതി രാജാവ്, കർത്താതി കർത്താവ് എന്ന് പറയുന്ന ആ പ്രയോഗം പോലെ 3 തവണ ദൈവത്തെ സ്തുതിക്കാൻ ഉപയോഗിക്കുകയാണ്. അതായത് സൂപ്പർലേറ്റീവ് എന്ന് പറയും വ്യാകരണത്തിൽ. സർവോത്തമ, അതിശ്രേഷ്ഠ പ്രയോഗങ്ങളാണ്. ഇത് ബൈബിളിൽ വേറൊരിടത്തും കാണാൻ കഴിയില്ല. ഈ ദർശനം, ഈ രംഗം ഇത് കണ്ട യെശയ്യാവ് സ്വാധീനിക്കപ്പെട്ടു. ഇപ്രകാരമുള്ള രംഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആർക്കും സ്വാധീനിക്കപ്പെടും. പത്രോസ് പോലും വള്ളം നിറയെ മീൻ കിടക്കുന്ന കണ്ടിട്ട് മുക്കുവനായ തനിക്ക് തൻ്റെ ചിന്തകൾക്കും അതീതമായി വല പൊട്ടുന്ന വിധത്തിൽ കർത്താവ് ഇടപെട്ട് 2 വള്ളം നിറയെ മീൻ കിടന്ന് പടയുമ്പോൾ പത്രോസ് ദൈവത്തെ കണ്ടു. കർത്താവ് എന്നെ വിട്ടുപോകണം, ഞാൻ പാപിയാണ്. ഈ ദർശനമില്ലാത്തുള്ള അനേകം ആൾക്കാർക്ക് വിശ്വസ്തരാകാൻ പറ്റാത്തത്. വെറും ചടങ്ങുകളായി കുറേ വാക്യങ്ങൾ കാണാൻ പഠിച്ച് ഒരു ചടങ്ങുകളായി ദൈവത്തെ വാസ്തവ ജീവിതത്തിൽ അനുഭവിച്ചിട്ടറിയാത്ത മനുഷ്യരാണിന്ന് ദൈവത്തിൻ്റെ മക്കളെന്നറിയപ്പെടുന്നത്. ദൈവത്തെ വ്യക്തിപരമായിട്ട് അനുഭവിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ആ വലിയ അനുഗ്രഹം, ആ വലിയ ഉന്നതമായ ദൈവത്തിൻ്റെ അവസ്ഥ, ആത്മീകമായ ആ ദർശനം കണ്ടിട്ടില്ല. ഇവിടെ കണ്ട യെശയ്യാവിനെ അത് വല്ലാതെ സ്വാധീനിച്ചു. വെളിപാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ദൈവം പരിശുദ്ധനാണ്, ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ എന്ന് അവിടെയും കാണും. സ്വർഗത്തിലെ ദർശനം കാണുന്ന യോഹന്നാൻ അതിനെക്കുറിച്ച് വിളിച്ചു പറയുന്നു. വെളിപാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. ഇവിടെ യോഹന്നാൻ്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു. വെളിപാട് 4:8 4 ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണു ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് ഒരു രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ, അവിടെയും യോഹന്നാൻ കണ്ട ദർശനത്തിൽ അത് കാണാം. അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ദർശനമാണ്. ദൈവത്തിൻ്റെ വിശുദ്ധി ശരിയായിട്ട് കണ്ടവരെല്ലാം ഇവിടെ ജീവിത രീതിക്ക് മാറ്റം വരും. കുറേ വാക്യങ്ങൾ കാണാൻ പഠിക്കുമ്പോൾ ദൈവത്തെ അറിഞ്ഞുള്ള ധാരണയാണ് ലോകത്തിന്. പക്ഷെ ദൈവത്തിൻ്റെ വിശുദ്ധി കാണണം. ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ദൈവം മോശയോട് പറഞ്ഞു, ഇസ്രായേൽ നീ വിളിച്ചു പറയണം. ഇസ്രായേൽ നീ വിളിച്ചു പറയേണ്ട പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. ലേവ്യ പുസ്തകം 19-ാം അധ്യായം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ ദൈവം യഹോവ എന്ന ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ പറയും. ഈ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ അപ്പനെയും അമ്മയെ ഭയപ്പെടണം, എൻ്റെ സബത്തുകളെ പ്രമാണിക്കണം, ഞാൻ നിങ്ങളുടെ ദൈവം യഹോവയാകുന്നു, വിഗ്രഹങ്ങളുടെ അടുക്കിലേക്ക് തിരിയരുത്, ദേവന്മാരെ നിങ്ങൾക്ക് വാർത്തുണ്ടാക്കരുത്, ഞാൻ നിങ്ങളുടെ ദൈവം യഹോവയാകുന്നു. അപ്പോൾ ദൈവം വിശുദ്ധനാണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് സ്വഭാവത്തിന് മാറ്റം വരുന്നത്. അത് അതേ പുസ്തകത്തിൻ്റെ ലേവ്യ പുസ്തകം 19-ാം അധ്യായം 9 മുതൽ വായിച്ചാൽ കാണാം, 9 മുതൽ 18 വരെ. ദൈവം വിശുദ്ധനാണെന്ന് പറഞ്ഞിട്ട് ദൈവം പറയുന്നു, നിങ്ങളുടെ നിലത്തിലെ വിള നിങ്ങൾ കൊയ്യുമ്പോൾ വയലിൻ്റെ അരികെ തീർത്ത് കൊയ്യരുത്, നിന്റെ കൊയ്ത്തിൻ്റെ കാലാ പറക്കരുത്, നിന്റെ മുന്തിരിത്തോട്ടത്തിൽ കാലാ പറക്കരുത്, നിന്റെ വീണ് കിടക്കുന്ന പറക്കരുത്, നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വീണ് കിടക്കുന്ന പഴം പെറുക്കുകയും അരുത്, അവ ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. മോഷ്ടിക്കരുത്, ചതിക്കരുത്, ഒരുത്തനോട് ഒരുത്തൻ പോഷ്ക്ക് പറയരുത്, എൻ്റെ നാമത്തെ കൊണ്ട് കള്ളസത്യം ചെയ്ത് നിന്റെ ദൈവമായ ഇതിൻ്റെ നാമത്തെ അശുദ്ധമാക്കരുത്, ഞാൻ യഹോവയാകുന്നു. കൂട്ടുകാരനെ പീഡിപ്പിക്കരുത്, അവൻ്റെ വസ്തു കവർച്ച ചെയ്യുകയും അരുത്, കൂലിക്കാരൻ്റെ കൂലി പിറ്റേന്ന് രാവിലെ വരെ നിന്റെ പക്കൽ ഇരിക്കരുത്, ചെകിടനെ ശപിക്കരുത്, കുരുടൻ്റെ മുമ്പിൽ ഇളച്ചു. ഇങ്ങനെ 18 വെള്ള വാക്യം നോക്കിക്കഴിഞ്ഞാൽ സഹോദരൻ ഹൃദയത്തെ ദോഷിക്കരുത്, കൂട്ടുകാരൻ്റെ പാപം നിന്റെ മേൽ വരാതിരിപ്പാൻ താല്പര്യമായി ശാസിക്കണം, പ്രതികാരം ചെയ്യരുത്, നിന്റെ ജനത്തിൻ്റെ മക്കളോട് പകവയ്ക്കരുത്, കൂട്ടുകാരൻ നിന്നെ പ്രശ്നം. ഇങ്ങനെ നിബന്ധനകളൊക്കെ കൊടുക്കുന്നത് ദൈവം ആദ്യം ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധി കാണുമ്പോഴാണ് ജീവിതത്തിൻ്റെ രൂപാന്തരം വരുന്നത്. ലോകത്തിലെ മറ്റു മനുഷ്യർക്ക് നിയമങ്ങളുണ്ടെങ്കിൽ ഇപ്രകാരം ദൈവം തന്നെ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന തൻ്റെ നിയമങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തെ മനസ്സിലാക്കുന്നവർക്ക് മാത്രമാണ് കൽപ്പന വചനം അനുസരിക്കാൻ പറ്റുന്നത്, ഇതിൻ്റെ കൽപ്പനയുടെ വിശുദ്ധി കാണാൻ പറ്റുന്നത്. ഇവിടെ യെശയ്യാവ് പറഞ്ഞു, സറാഫുകൾ ചുറ്റും നിന്നു,
അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പുകൾ മന്ദിരത്തിൽ നിറച്ചിരുന്നു. അവർ ആർക്കും ശബ്ദത്താൽ ഉമ്പരപ്പെടുക. സർവ്വഭൂമി അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പ്രയോഗം കാണാം 3-ന്റെ അവസാനം. സർവ്വഭൂമി എൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹത്വം, ഗ്ലോറി 194 തവണ പഴയമത്തിലെ വാക്ക്, 35 തവണ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലുണ്ട്. മഹത്വം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യത്തെയും കാണിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യമാണ്. ഉദാഹരണത്തിന് എസെക്കിയേലിൻ്റെ പുസ്തകം 11-ാം അധ്യായം. നമ്മൾ അല്പം മുന്നോട്ട് പോയാലും ഈ വിഷയം നമുക്കൊന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. 4 വരെയുള്ള വാക്യങ്ങൾ. എസെക്കിയേലിൻ്റെ പുസ്തകം 11-ാം അധ്യായം എൻ്റെ 23-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ മഹത്വം നഗരത്തിൻ്റെ നടുവിൽ നിന്ന് മേലോട്ട് പൊങ്ങി നഗരത്തിന് കിഴക്ക് വശത്തുള്ള പർവ്വതത്തിന്മേൽ നിന്നു. യഹോവയുടെ മഹത്വം ദേവാലയത്തിൽ നിന്ന് വിട്ടുപോവുകയാണ്. എന്നാൽ ദേവാലയത്തിനകത്ത് ദൈവാരാധനയ്ക്ക് പകരം വിഗ്രഹാരാധനയും സൂര്യദേവനെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥകൾ വന്നു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ നടുവിൽ നിന്ന് വിട്ടുപോകും. ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ മഹത്വം വിട്ടുപോയാൽ ദൈവജനത്തിൻ്റെ സംരക്ഷണം പോകും. ദൈവജനത്തിൻ്റെ സംരക്ഷണം പോകും. നമുക്ക് ഏതും തോട്ടത്തിൽ കാണാം. ഇതിൻ്റെ തേജസ് ആദാം ഹവ്വയ്ക്കുണ്ടായിരുന്നു. അവർക്ക് നഗ്നത തോന്നിയില്ല. തേജസ് വിട്ടുപോയി. പാപം ചെയ്യുമ്പോൾ തേജസ് ഇല്ലാത്തവരായി. ഒരു നാണം വന്നു. ഇതിൻ്റെ തേജസ് നഷ്ടപ്പെട്ടാൽ ഇതിൻ്റെ സംരക്ഷണം പോകും. നമ്മുടെ മതിലല്ല നമ്മളെ സംരക്ഷിക്കുന്നു. എന്നിട്ട് 43-ാമത്തെ എസെക്കിയേലിലെ ഈ തേജസ് തിരിച്ചു വരുന്നതിനെ കുറിച്ച് പ്രവാചകൻ എഴുതും. എസെക്കിയേലിൻ്റെ പുസ്തകം 43-ാം അധ്യായം. 43-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 5 വാക്യങ്ങൾ അവിടെ ഈ തേജസ് തിരിച്ചു വരുന്ന അവസ്ഥയെക്കുറിച്ച് പ്രവാചകൻ എഴുതുമ്പോൾ ഇങ്ങനെ കാണാം. അപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു. അതിൻ്റെ മുഴക്കം പെരുവെള്ളത്തിൻ്റെ ഇഴച്ചിൽ പോലെയായിരുന്നു. ഭൂമി അവൻ്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. ഇത് ഞാൻ കണ്ട ദർശനം പോലെയായിരുന്നു. നഗരത്തെ നശിപ്പിപ്പാൻ ഞാൻ വന്നപ്പോൾ കണ്ട ദർശനം പോലെ ഈ ദർശനങ്ങൾ കെബാർ നദീരത്ത് വെച്ച് ഞാൻ കണ്ട ദർശനം പോലെയായിരുന്നു. അപ്പോൾ ഞാൻ കവിട് വീണു. യഹോവയുടെ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി ആലയത്തിലേക്ക് പ്രവേശിച്ചു. ദേവാലയത്തിലേക്ക് തേജസ് തിരിച്ചു വന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ സംരക്ഷണവും പ്രകടമാണ് ദൈവത്തിൻ്റെ മഹത്വം, തേജസ് എന്നുള്ളതിന്. സങ്കീർത്തനക്കാരൻ പറയും ചില വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചു കേൾക്കാം. 3-ാം സങ്കീർത്തനം 3-ാം വാക്യം. 3-ാം സങ്കീർത്തനം 3-ാം വാക്യം ദൈവത്തിൻ്റെ തേജസ്സിനെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്ന പ്രഖ്യാപനം ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞു, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം നിന്റെ മഹത്വവും എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകും. ദൈവത്തിൻ്റെ മഹത്വം. സങ്കീർത്തനം 26-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം സങ്കീർത്തനക്കാരൻ പറയുന്നു. അവിടെ ഈ സങ്കീർത്തനക്കാരൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. യഹോവേ നിന്റെ ആലയമായ വാസസ്ഥലവും നിന്റെ മഹത്വത്തിൻ്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു. 148-ാം സങ്കീർത്തനം. 148-ാം സങ്കീർത്തനത്തിൻ്റെ 13-ാം വാക്യം. ഇവയൊക്കെ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്. അവൻ്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിന് മേലായിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ദൈവമഹത്വം അതിന് ഉപസിദ്ധാന്തമായി അതിന് അനുമാനമായിട്ട് കാണാൻ കഴിയുന്നത് പാപത്തോടുള്ള ന്യായവിധിയാണ്. ദൈവത്തിൻ്റെ മഹത്വം നിന്ദിക്കുകയാണ് പാപം ചെയ്യുമ്പോൾ. ആ ദൈവത്തിൻ്റെ മഹത്വവും പാപം ഒരിക്കലും ഒരുമിച്ച് പോകില്ല. അതാണ് യെശയ്യാ ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ മഹത്വ ദർശനം കണ്ട യെശയ്യാ പറഞ്ഞത് യെശയ്യാ കണ്ടത് തന്നെയാണ്. അയ്യോ, ഞാൻ അശുദ്ധിയുള്ള അകരമുള്ള മനുഷ്യൻ, എൻ്റെ ജനങ്ങളും അശുദ്ധരാണ്. ദൈവത്തിൻ്റെ വിശുദ്ധി കാണുന്നവരെല്ലാം പാപത്തെക്കുറിച്ചുള്ള ബോധമുള്ളവരാകും. അത് യോശുവയുടെ പുസ്തകത്തിൻ്റെ 7-ാം അധ്യായം 19-ാം വാക്യത്തിൽ യോശുവ ഇപ്രകാരം ആഖാനോട് സംസാരിക്കുന്നതാണ്. ആഖാൻ മോഷണം ചെയ്തു, അതുകൊണ്ട് ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ആഖാനോട് യോശുവ ഇടപെടുമ്പോൾ 7-ാം അധ്യായത്തിലെ 19-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. യോശുവ ആഖാനോട്, മകനെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറ, നീ എന്ത് ചെയ്തു എന്ന് പറ. അത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 17 നോക്കിയാലും, ആമോസിൻ്റെ പുസ്തകം 3-4 വാക്യങ്ങൾ വായിച്ചൊക്കെ അവസാനിപ്പിക്കാം. ആമോസ് ഇത് വളരെ വ്യക്തമായി പറയും. യെശയ്യാവിൻ്റെ പുസ്തകം 6-ന്റെ 5 നമ്മൾ കണ്ടു യെശയ്യാവിൻ്റെ അനുഭവം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 15 മുതൽ 17 വരെ കാണാം. ആമോസിൻ്റെ പുസ്തകം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് ആമോസ് പ്രവാചകൻ ഇതിനോട് പ്രതികരിച്ചത്. പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവൻ്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതങ്ങളിൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തനുണ്ട്, സൈനികരുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ആമോസിൻ്റെ പുസ്തകത്തിൻ്റെ 5-ാം അധ്യായം 8-9 വാക്യം. കാർത്തികത്തെയും അകീരത്തെയും സൃഷ്ടിക്കുകയും അന്ധതമസ്സിനെ പ്രഭാതമാക്കി മാറ്റുകയും പകലിനെ രാത്രിയാക്കി ഇരുട്ടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നവനെ അന്വേഷിപ്പീൻ, യഹോവ എന്നാകുന്നു അവൻ്റെ നാമം.
അവൻ കോട്ടയ്ക്ക് നാശം വരുത്തുവാൻ തക്കവണ്ണം ബലവാന്റെ മേൽ നാശം ഭിന്നിക്കുന്നു, ഗോപുരത്തിന് മേൽ ന്യായം വിധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഉന്നതമായ അവസ്ഥയെ കാണിച്ചിട്ടാണ് അവിടെ ന്യായവിധിയെക്കുറിച്ച് പറയുന്നത്. അത് 9-ാം അധ്യായത്തിൽ ആമോസിലും കാണാം, 5-6 വാക്യങ്ങളുടെ അപ്രകാരം കാണാൻ സാധിക്കും. 9-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ അവിടെയും പറയുന്നു, നന്മയ്ക്കായിട്ടത് തിന്മയ്ക്കായിട്ടത് ഞാൻ അവിടെ മേൽ ദൃഷ്ടി വയ്ക്കും. സൈന്യങ്ങളുടെ യഹോവയെ കർത്താവ് ദേശത്തെ തൊടുന്നു, അത് ഉരുകിപ്പോകുന്നു, അതിൽ പാർക്കുന്നവരൊക്കെ വിലപിക്കും. അത് മുഴുവനും നീലനദി പോലെ പൊങ്ങുകയും ഇസ്രായേൽ നദി പോലെ താഴുകയും ചെയ്യും. അവൻ ആകാശത്തിൽ തൻ്റെ മാളിക മുറികളെ പണിയുകയും ഭൂമിയിൽ തൻ്റെ കമാനത്തിന് അടിസ്ഥാനമിടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നു. യഹോവ എന്നാകുന്ന അവൻ്റെ നാമം. ഇത് പല സന്ദർഭങ്ങളിൽ കാണാൻ സാധിക്കും. ഇവിടെ യെശയ്യാവ് ദൈവത്തെ കണ്ടു. അവിടെ കണ്ടപ്പോൾ അവിടെ പറയുന്നത് ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുകയാണ്, പുക കൊണ്ട് നിറയുകയാണ്. ദൈവപ്രത്യക്ഷത, ഈശ്വര സാന്നിധ്യം എന്നൊക്കെ പറയുന്ന തിയോഫണി എന്നൊരു വാക്കുണ്ട്. ദൈവ സാന്നിധ്യം. പണ്ട് മോശയ്ക്ക് മുൾപ്പടർപ്പ് ദൈവം പ്രത്യക്ഷപ്പെട്ടതുപോലെ പുറപ്പാട് 3:1 മുതൽ 6 വരെ ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ടു. അപ്പോൾ അവിടെ നമ്മൾ കാണുമ്പോൾ ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുന്ന സന്ദർഭങ്ങളാണ്. ഇവിടെ ദൈവം തൻ്റെ ജനത്തിന് വെളിപ്പെട്ടു, അല്ലെങ്കിൽ ഈ പ്രവാചകന് വെളിപ്പെട്ടു. പുറപ്പാട് പുസ്തകം 24-17 വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കട്ടെ. പുറപ്പാട് 24:17 അവിടെ ദൈവം മോശയോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുറപ്പാട് 24 അതിൻ്റെ 17-ാമത്തെ വാക്യം. യഹോവയുടെ തേജസ്സിൻ്റെ കാഴ്ച പർവ്വതത്തിൻ്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി. ഇതിൻ്റെ തേജസ്, മഹിമ, ഗ്ലോറി കത്തുന്ന തീ പോലെ പർവ്വതത്തിൻ്റെ മുകളിൽ കണ്ടു. ഇവിടെ യെശയ്യാവ് ദൈവത്തെ കണ്ടു. താൻ ശരിക്കും തന്നെ കാണാൻ ഇടവരുത്തിയ ദർശനമെന്നാണ്. അതാണ് അടുത്ത പോയിന്റ്. ഞാൻ എന്നെ കണ്ടു. 5 മുതൽ 7 വരെ നമുക്ക് അടുത്ത പഠനത്തിൽ ചിന്തിക്കുന്നതാണ്. ഇപ്പം നമ്മളിന്ന് ചിന്തിച്ചത് എന്താണ്? 5-ാം അധ്യായത്തിൽ ഉപസംഹാരം നമ്മൾ ചെയ്തു. 6-ാം അധ്യായത്തിൽ ദൈവം യെശയ്യാവിനെ വിളിക്കുകയാണ് പ്രവാചക ദൗത്യത്തിലേക്ക്. വിളിക്കുന്നതിന് മുമ്പ് ദൈവം തന്നെ കാണിച്ചു കൊടുത്തു. ദേശത്തെ രാജാവില്ലാത്തോട് നീ പേടിക്കണ്ട, നിങ്ങളുടെ ചുറ്റും ആരുമില്ല നീ പേടിക്കണ്ട. എന്തെങ്കിലും നമ്മൾ ആശ്രയം വെച്ച് ആരെങ്കിലും നമ്മളെ വിട്ടുപോകുന്ന കണ്ട് നമ്മൾ ഭയപ്പെടണ്ട. നിന്റെ കണ്ണ് ദൈവത്തിൽ വയ്ക്കും. ദൈവമാണ് രാജാവ്. ദൈവം പ്രപഞ്ചത്തെ നയിക്കാണ്. ഇവൻ എന്നും ആ സിംഹാസനത്തിൽ ദൈവമുണ്ട്. അവൻ പരിശുദ്ധനാണ്. പക്ഷെ ഒരു കാര്യം, പരിശുദ്ധനായ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകണം. പാപത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ദൈവത്തിൻ്റെ ഭരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദൈവത്തിൻ്റെ തേജസ് പർവ്വതത്തിലെ തീ പോലെ കണ്ടതുപോലെ നമ്മൾ ആ തേജസ്സിൻ്റെ ദർശനം, പത്രോസ്, യോഹന്നാനും യാക്കോബും മറുവ മല വെച്ച് കണ്ട ദർശനം ജീവിതത്തിൽ ഒരിക്കലും മറന്നിട്ടില്ല. പത്രോസിൻ്റെ ലേഖനം എഴുതുമ്പോൾ അത് കാണാം. ആ വിശുദ്ധ പർവ്വതത്തിൽ വെച്ച് ഞങ്ങൾ കണ്ട ദർശനം, ഉള്ളിൽ തട്ടിയ ആ ദർശനം ഒരിക്കലും വിട്ടുപോകില്ല. മറ്റൊന്നും അതിന് തുല്യമായിട്ട് ഭൂമിയിലില്ല. പിന്നെ എങ്ങനെ വിട്ടുപോകും? അതിനേക്കാളും വലുതുണ്ടെങ്കിൽ നമുക്ക് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതിനേക്കാളും വലുതൊന്നുമില്ല. ദൈവത്തെക്കുറിച്ചുള്ള മഹത്വമുള്ള തേജസ്സേറിയ മഹിമ നിറഞ്ഞ ആ ദർശനം അനുഭവിച്ച യേശുവിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആ ദർശനത്തിൻ്റെ വെളിച്ചം നഷ്ടപ്പെട്ടില്ല. നമുക്കിന്ന് ദൈവവചനത്തിലൂടെയാണ് ദൈവത്തിൻ്റെ വലിയ ദർശനം കിട്ടുന്നത്. ദൈവത്തിൻ്റെ ഉന്നതമായ അവസ്ഥയെ നമ്മൾ കാണുന്ന വചനത്തിലൂടെയാണ്. ഇത് കണ്ട വ്യക്തി എങ്ങനെ മറക്കും? ഇത് കണ്ട വ്യക്തി ജീവിതത്തിന് ലേവ്യാവസ്ഥ 19 നമ്മൾ കണ്ടതുപോലെ മുന്തിരിക്കപ്പഴം പറിക്കുമ്പോൾ, നിലം കൊയ്യുമ്പോൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന മനുഷ്യൻ നിലത്ത് വീഴുന്നതിന് വേണ്ടി ഇങ്ങനെ നുള്ളിപ്പറക്കാൻ നിൽക്കില്ല. അനാഥരും ദരിദ്രരും പാവങ്ങളുമുണ്ട്, അവർക്കത് വിട്ടുകൊടുക്കും. ദൈവഭയം, ദൈവസ്നേഹം എന്നാണ് നല്ല വാക്ക്. ഇതാണ് നമുക്കിന്നില്ലാത്തത്. നമ്മൾ കുറേ അക്ഷരങ്ങളുടെ അഭ്യാസത്തിലാണ്. നമുക്ക് വേണ്ടത് ദൈവഭയം. ഉള്ളിൽ കർത്താവിനെ വിശദീകരിക്കണം. ഇതിനുള്ള സഹായിക്കട്ടെ. തുടരാൻ അടുത്ത പഠനം. താങ്ക് യു.